ഹായ് മക്കൾസ്, വെൽക്കം ബാക്ക് ടു എൻ വി ഡി ക്ലാസ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടിട്ട് വരിക. കാരണം ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ അതറിയാതെ നിങ്ങൾ ഇവിടെ വന്ന് ഈ ക്ലാസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് വളരെ ക്ലിയർ ആക്കിയിട്ട് വരിക. ഓക്കെ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇന്നത്തെ ടോപ്പിക്ക് കുറച്ച് ഡെറിവേഷൻസ് ആണ്. നമ്മൾ ഈ ചാപ്റ്റർ ഇതുവരെ തുടങ്ങിയപ്പോൾ ഡെറിവേഷൻസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ഡെറിവേഷൻസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതിനു മുമ്പേ നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഡെറിവേഷൻസിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാവുള്ളൂ. ഇലക്ട്രിക് ഫീൽഡൊക്കെ നമുക്ക് വീണ്ടും കണ്ടെത്താനുണ്ടാവും. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഇലക്ട്രിക് ഡൈപോൾ. ഫസ്റ്റ് ടോപ്പിക്കാണ് ഇലക്ട്രിക് ഡൈപോൾ. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇലക്ട്രിക് ഡൈപോൾ എന്താണ്, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, അതിന്റെ യൂണിറ്റ് എന്താണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ, അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് ഡൈപോൾ, രണ്ട് പോൾ. ഡൈ എന്ന് പറഞ്ഞാൽ രണ്ടാണ്, രണ്ട് പോൾ. അപ്പോൾ രണ്ട് പോളുള്ള എന്തോ സംഭവമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചാർജുകളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ രണ്ട് പോൾ എന്ന് പറഞ്ഞാൽ ഒരു ചാർജ് പോസിറ്റീവ് പോളും ഒരു ചാർജ് നെഗറ്റീവ് പോളായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എന്താണ് ഡെഫിനിഷൻ എന്ന് വെച്ചാൽ, ടു ഈക്വൽ ആൻഡ് opposite charges separated by small distance is called electric dipole. ഇപ്പൊ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു രണ്ട് പോൾ, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്. രണ്ട് ഈക്വലും ഓപ്പോസിറ്റുമായിട്ടുള്ള ചാർജ് ചെറിയ ഡിസ്റ്റൻസിൽ വെക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, ഇലക്ട്രിക് ഡൈപോൾ. ഇപ്പൊ സപ്പോസ് ഒരു ചാർജ് -q ആണെന്ന് വിചാരിച്ചു, -q, ഒരു ചാർജ് +q ആണെന്ന് വിചാരിച്ചു. ഇപ്പോൾ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് ആയി. ഇത് സ്മോൾ ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ, ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ ആയിരിക്കും. ഏകദേശം ഒരു 10⁻⁻⁶ to 10⁻⁻⁹ മീറ്റർ റേഞ്ചിലായിരിക്കും എന്ത് വരിക, ഈ ഡിസ്റ്റൻസ് വരിക. ഇതിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്, ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ ഈ ഇലക്ട്രിക് ഡൈപോളിന്റെ സെന്റർ ഞാൻ തൽക്കാലം O എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് ഈ ലെങ്തിനെ ഞാൻ L എന്ന് വിളിക്കുകയാണ്, ഈ ലെങ്തിനെ ഞാൻ L എന്ന് വിളിക്കുകയാണ്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ എന്ന് ചോദിച്ചാൽ, ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ സ്മോൾ ഡിസ്റ്റൻസ്. അതിന്റെ സെന്റർ ഞാൻ O എന്ന് വിളിച്ചു, ഈ ഡിസ്റ്റൻസിനെ L എന്ന് വിളിച്ചു, ഈ ഡിസ്റ്റൻസിനെ നമ്മൾ എന്ത് വിളിച്ചു, L എന്ന് വിളിച്ചു. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി നമ്മൾ ഈ ഇലക്ട്രിക് ഡൈപോളിന്റെ സ്ട്രെങ്ത് എനിക്ക് മെഷർ ചെയ്യണം. അത് മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് മറ്റൊരു ടേമും കൂടെ അറിയണം. അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്നാണ് പറയാം. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്തിനാ വെച്ചാൽ, ടു മെഷർ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോളിന്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ് എന്ത്, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. അപ്പൊ എന്താണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് എന്ന് ചോദിച്ചാൽ, അതിന്റെ ഇക്വേഷൻ നമുക്ക് ഇലക്ട്രിക് ഡൈപോളിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് എന്ത് തരുന്നത്, ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് തരുന്നത്. അപ്പോൾ എന്താണ് അതിന്റെ ഇക്വേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. P ഈസ് ഈക്വൽ ടു, ഇതിൽ ഏതെങ്കിലും ഒരു ചാർജ് എഴുതുക, Q ഇൻറ്റു ലെങ്ത് ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇത് L, ഇത് L. അപ്പോൾ ടോട്ടൽ ലെങ്ത് എത്ര വരിക, 2L. അപ്പോൾ P ഈക്വൽ ടു Q ഇൻറ്റു 2L ആണ് എന്തിന്റെ ഇക്വേഷൻ, നമ്മുടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ. ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഞാനിവിടെ എഴുതാം, ഇറ്റ്സ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായി എന്തുണ്ടാവും, ഡയറക്ഷൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ ഇലക്ട്രിക് ഡൈപോളിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഡൈപോൾ ഈസ് ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ്. അപ്പോൾ ഡയറക്ഷൻ എന്താ വരിക, നെഗറ്റീവ് ടു, അല്ലെങ്കിൽ നെഗറ്റീവ് ക്യൂ ടു പോസിറ്റീവ് ക്യൂ ആണ് എന്തിന്റെ ഡയറക്ഷൻ വരിക, ഡൈപോൾ മൊമെന്റിന്റെ അല്ലെങ്കിൽ ഡൈപോളിന്റെ ഡയറക്ഷൻ വരിക. പറഞ്ഞ ക്ലിയർ അല്ലേ? ഇനി ഇതിന്റെ അകത്ത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഇതിന്റെ യൂണിറ്റ് പറയാനുണ്ട്. ഇപ്പൊ യൂണിറ്റ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. ചാർജിന്റെ യൂണിറ്റ് കൂളം ആണ്, ലെങ്ത്തിന്റെ യൂണിറ്റ് മീറ്റർ ആണ്. അപ്പോൾ കൂളം മീറ്റർ ആണ് എന്തിന്റെ യൂണിറ്റ്, നമ്മുടെ ഇലക്ട്രിക് ഡൈപോൾ അല്ലെങ്കിൽ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ്.
ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ടു മെഷർ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ. ഡൈപോളിന്റെ സ്ട്രെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ പറയുന്ന പേരാണെന്ത്? ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. അതിന്റെ ഇക്വേഷൻ എന്താണ്? P is equal to Q into 2L ആണ്. അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. ഡയറക്ഷൻ -Q2 + Q ആണ്. ക്ലിയർ അല്ലേ? അതിന്റെ യൂണിറ്റ് എന്താണ്? കൂളം മീറ്റർ ആണ്. സോ ഇത്രയും കാര്യങ്ങൾ അറിയണം. എന്നിട്ട് നമ്മൾ അടുത്ത സെഷനിൽ നമ്മൾ എന്താ പറയാന്ന് വെച്ചാൽ ഈ ഇലക്ട്രിക് ഡൈപോളിന്റെ പല സിറ്റുവേഷനിൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ കണ്ടുപിടിക്കാനുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ക്ലാസ്സിൽ ഡെറിവേഷൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞത്. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇലക്ട്രിക് ഫീൽഡ് ഡൈപോളിന്റെ പല സിറ്റുവേഷൻസിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യത്തെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഡൈപോൾ. അത് ഒന്നാമത്തെ ഓൺ ദ ആക്സിസ് ഓഫ് ദി ഡൈപോൾ അറ്റ് എ ഡിസ്റ്റൻസ് x ഫ്രം ദ സെന്റർ ഓഫ് ദി ഡൈപോൾ. അതിന് നമ്മൾ ഈ ആക്സിൽ എന്ന് പറയാം. അപ്പോൾ ഇതിന് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. ഇപ്പൊ ഞാനിവിടെ സ്റ്റാർട്ട് വയ്ക്കുക. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ. ഇത് എക്സാംസിനൊക്കെ ഡയറക്റ്റ് ആയിട്ട് 3 മാർക്കിന്റെയും 4 മാർക്കിന്റെ ഒക്കെ സെഷനിൽ ഡെറിവേഷൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ആക്സിലാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ സിറ്റുവേഷൻ ഇത്രയേ ഉള്ളൂ. സപ്പോസ് ഇതാണ് നമ്മുടെ ഡൈപോൾ എന്ന് വിചാരിച്ചോ. ഇത് -Q, കുറച്ചുകൂടെ താഴ്ത്തിറക്കുക. ഇത് -Q, ഇത് +Q. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇത് സെന്റർ ആണ്. ഇത് L സെന്റർ ആണോ എന്ന് എന്തെങ്കിലും വിളിക്കാം. ഓക്കെ, ആക്സിസ് ആണ് ഈ ആക്സിയൽ. അപ്പോ ഇലക്ട്രിക് ഫീൽഡ് ആക്സിസിലാവണം. അപ്പോൾ ഡൈപോളിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? ഈ ആക്സിസിൽ നിന്ന്, അല്ലെങ്കിൽ ഈ സെന്ററിൽ, ആക്സിസിലൂടെ തന്നെയാണ് എടുക്കുന്നത്. ഈ സെന്ററിൽ നിന്ന് x അകലത്തിൽ ഒരു പോയിന്റ് എടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ ഡിസ്റ്റൻസ് x അകലത്തിലാണ്. ഓക്കെ ആണോ? ഈ ഡിസ്റ്റൻസ് x അകലത്തിലാണ്. ഈ x അകലത്തിൽ ഒരു പോയിന്റ് P എടുക്കുകയാണ്. ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതാണ് നമ്മുടെ എന്ത്? ഈ ആക്സിയൽ. ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ലെങ്ത് L ആണ്, ഈ ലെങ്ത്തും L ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ലെങ്ത് എത്രയായിരിക്കും? സെൻട്രലിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ലെങ്ത് എത്രയായിരിക്കും? ഇത് x ആണ്, ഇത് L ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? x - L അല്ലേ? അപ്പൊ ഈ ഡിസ്റ്റൻസ് x - L ആയിരിക്കും. ഓക്കെ ആണോ? +Qൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ചാർജിലേക്കുള്ള അകലം എത്രയാണ്? x - L ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? ഈ ഡിസ്റ്റൻസ് നമുക്ക് വേണം. എത്ര വരിക? ഇത് x ആണ്, ഇത് L ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ x + L അല്ലേ? അപ്പൊ ഈ ഡിസ്റ്റൻസ് x + L ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാർ എന്തിനാണ് ഈ രണ്ട് ഡിസ്റ്റൻസ് നമ്മൾ എഴുതുന്നത്? അത് വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ പറയാം. നമുക്ക് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടെത്തേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഒന്ന് ഈ ചാർജ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും, ഒന്ന് ഈ ചാർജ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാവും. അപ്പോൾ ഈ ചാർജ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തണമെങ്കിൽ ഈ പോയിന്റിലേക്കുള്ള അകലം നമുക്ക് വേണം. അതാണ് x + L. ക്ലിയർ അല്ലേ? ഇനി ഈ ചാർജിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള അകലം വേണം. അതാണ് x - L. അതിനാണ് നമ്മൾ എന്ത് ചെയ്തത്? ആ 2 ഡിസ്റ്റൻസ് എടുത്തത്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ കഴിഞ്ഞ ദിവസം ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുന്ന പോയിന്റ് ഏതാണോ ആ പോയിന്റിൽ എന്ത് ചെയ്യുക? +1 ചാർജിന് വെക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ആ പോയിന്റിൽ ഉണ്ടാകുന്ന ഫോഴ്സ് അത് കൂളംസ് ലോ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. അതായിരിക്കും അവിടുത്തെ എന്ത്? ഇലക്ട്രിക് ഫീൽഡ്. അതാണല്ലോ നമ്മൾ പഠിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു +1 ചാർജിനെ വെക്കാം. അപ്പൊ ഇവിടെ 2 ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഒന്ന് ഈ ചാർജ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഒന്ന് ഈ ചാർജ് കാരണം ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇത് ഞാൻ 1 എന്ന് വിളിക്കുകയാണ്, ഇത് 2 എന്ന് വിളിക്കുകയാണ്. 2 ചാർജിന് 2 പേര് കൊടുക്കുകയാണ്. കുറച്ചുകൂടെ എളുപ്പത്തിൽ. കാരണം E1 E2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് വ്യക്തമാക്കി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ 1 2 കൊടുത്തത്. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 2 ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ. ഒന്ന് ഈ ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഫോഴ്സ് ആണല്ലോ ഇലക്ട്രിക് ഫീൽഡ് വരിക. അപ്പൊ റിപ്പൽ ചെയ്യുമ്പോൾ E2ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് E2ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി E1 ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ഫസ്റ്റ് ചാർജ്, അത് ഇത് പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് ആണ്. അട്രാക്ഷൻ ആണോ റിപ്പൽഷൻ ആണോ? അട്രാക്ഷൻ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ E2 ഈ ഡയറക്ഷനിലേക്ക് ആയിരിക്കും. അപ്പോൾ 2 ഇലക്ട്രിക് ഫീൽഡ് അവിടെ ഉണ്ട്. ഒന്ന് ഈ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, അത് E2. ഈ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, E1. അപ്പോൾ E1 ഇത് E1 ആണ്, E1. അപ്പോൾ ഈ ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് E2 ഈ ഡയറക്ഷനിലായിരിക്കും. പിന്നെ ആദ്യത്തെ ചാർജ് -Q ചാർജ് കാരണം ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ 2 ഇലക്ട്രിക് ഫീൽഡുകളും ചേർന്ന് കഴിഞ്ഞ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ്
അവിടെ ഉണ്ടാവൂലേ, ആ ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടി വരിക. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുന്ന ഇ നെറ്റ് ഞാൻ എഴുതാൻ പോവുകയാണ്. ഇ നെറ്റ് ഈസ് ഈക്വൽ ടു രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, ഒന്ന് E1 E2. അപ്പൊ ഞാൻ എഴുതുകയാണ് E1 ഉണ്ട് E2 ഉണ്ട്. അപ്പോൾ E2യുടെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, E1 ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ ഒന്ന് പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ മറ്റേത് എന്തെടുക്കേണ്ടി വരും, നെഗറ്റീവ് എടുക്കേണ്ടി വരും. അപ്പോൾ E2 പോസിറ്റീവ് ആണെങ്കിൽ E1 എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് ഞാൻ പോസിറ്റീവ് എന്ന് എടുക്കുകയാണ്, ഇത് നെഗറ്റീവ് എന്ന് എടുക്കുകയാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട്, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ആയതുകൊണ്ട് തിരിച്ചു എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ? ഇവിടെ ഞാൻ ഒന്നുകൂടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതാം, E2 മൈനസ് E1. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടത്, E1ഉം E2ഉം കണ്ടെത്തണം. എന്നിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക. ആ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും എന്ത്, ഈ ആക്സിയൽ. ക്ലിയർ അല്ലേ പറഞ്ഞത്? അപ്പൊ നമുക്ക് ആ സ്റ്റെപ്പിലേക്ക് പോവാം. ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം, E is equal to KQ divided by R² ആണ്. നമ്മൾ ജനറൽ ഇക്വേഷൻ പഠിച്ചതാണ്. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് Q. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്കറിയാം ഒന്നാമത്തെ ചാർജ് ഈ നമുക്ക് വേണ്ടത് എന്താണ്, E1 ആണ്. E1 ഒന്നാമത്തെ ചാർജ് എത്രയാ, ഇതാണ്, മൈനസ് Q. ചിഹ്നം വേണ്ട, ഡിസ്റ്റൻസ് എത്രയാ, ഇതല്ലേ, എക്സ് പ്ലസ് എൽ അല്ലേ. അപ്പൊ എന്താ E1 എത്ര വരിക, KQ divided by X plus L whole square എന്ന് വരും. അപ്പൊ ഒന്നാമത്തെ ഇലക്ട്രിക് ഫീൽഡ് ആയി. ഇനി രണ്ടാമത്തെ ഇലക്ട്രിക് ഫീൽഡ് E2 കണ്ടെത്തണം. E2 എത്രയാണ്, ഇവിടുത്തെ ചാർജ് എത്രയാ, Q ആണ്. ഡിസ്റ്റൻസ് എത്രയാ, എക്സ് മൈനസ് എൽ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ E2 എത്ര വരിക, KQ divided by X minus L whole square. ഇപ്പൊ രണ്ടെണ്ണമായി, ഇലക്ട്രിക് ഫീൽഡ് രണ്ടെണ്ണമായി. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇലക്ട്രിക് ഫീൽഡിനെ നേരെ ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് അടുത്ത പരിപാടി. വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വരിക, ഫസ്റ്റ് E2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. E2 എത്രയാണ്, KQ divided by X minus L whole square minus KQ divided by X plus L whole square. ക്ലിയർ അല്ലേ? ഈ രണ്ട് ടേമിലും KQ കോമൺ ആണ്, ഞാൻ പുറത്തെടുക്കുകയാണ്. അപ്പോൾ KQ അകത്തെന്താ വരിക, ഇതുണ്ടാവും 1 divided by X minus L whole square minus 1 divided by X plus L whole square ഉണ്ടാവും. ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഇനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ LCM എടുക്കുക. LCM എന്ന് പറഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ. അപ്പൊ ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക. അപ്പൊ എന്താ രണ്ട് സ്റ്റെപ്പിൽ, വിച്ച് ഈസ് ഈക്വൽ ടു KQ ഇൻറ്റു എന്താ പറയുക, ഇത് ഇങ്ങോട്ട് കൊടുക്കുക, ക്രോസ് ചെയ്യുക. അപ്പോൾ X plus L whole square മൈനസ് ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുക, X minus L whole square ഹോൾ ഡിവൈഡർ ബൈ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താഴെയുള്ള സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ഉണ്ട്. അപ്പോൾ X minus L whole square ഇൻറ്റു X plus L whole square എഴുതാം. റെഡി അല്ലേ? സെറ്റ് അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. ഇത് A+B ഹോൾ സ്ക്വയർ ആണ്, ഇത് A-B ഹോൾ സ്ക്വയർ ആണ്. എക്സ്പാൻഡ് ചെയ്യുക. ഇത് നമുക്ക് ചെറിയൊരു പരിപാടി ചെയ്യാണ്ട്. ഇവിടെ നോക്കൂ, ഇതിന് എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ, ഈ സാധനത്തിന് X minus L ഹോൾ സ്ക്വയർ ആണ് X plus L ഹോൾ സ്ക്വയർ, ഇതല്ലേ ആ ടേം. അത് എനിക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുമോ, വിച്ച് ഈസ് ഈക്വൽ ടു X minus L ഇൻറ്റു X minus L രണ്ടെണ്ണുണ്ട്, പിന്നെ X plus L ഇൻറ്റു X plus L ഇങ്ങനെ എഴുതിക്കൂടെ എനിക്ക്, പ്രശ്നമുണ്ടോ? ഇല്ല. ഇനി ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് നോക്കൂ, ഇത് A-B ഇൻറ്റു A+B, ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ A-B ഇൻറ്റു A+B ആണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ A-B ഇൻറ്റു A+B ആണ്. A-B ഇൻറ്റു A+B എന്താണ്, A² മൈനസ് B². അത് രണ്ടെണ്ണം ഉണ്ടാവും. അപ്പോൾ ഇതിന്റെ ശരിക്കും എത്ര വരിക, X² മൈനസ് L² ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? കാരണം A-B ഇവിടെ ഉണ്ട്. അപ്പൊ A-B എന്ന് പറഞ്ഞാൽ A² മൈനസ് B². അപ്പൊ X² മൈനസ് L² അതൊന്നും ഉണ്ടാവും. പിന്നെ ഇത് രണ്ടും കൂടെ കപ്പിൾ ചെയ്യുമ്പോൾ X² മൈനസ് L² വേറെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ X² മൈനസ് L² ഹോൾ സ്ക്വയർ രണ്ടെണ്ണം ഉണ്ടാവില്ലേ? അപ്പോൾ എനിക്ക് അതിനെ അങ്ങനെ എഴുതാം. അപ്പൊ ഇതിനെ മാറ്റിയിട്ട് എനിക്ക് ഇത് എഴുതാം. പിന്നെ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് എക്സ്പാൻഡ് ചെയ്യാണ്. A-B ഹോൾ സ്ക്വയറും A+B ഹോൾ സ്ക്വയറും വെച്ചിട്ട് അപ്പൊ എന്താ കിട്ടാൻ നോക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു KQ ഇൻറ്റു എക്സ്പാൻഡ് ചെയ്യാണ് A+B ഹോൾ സ്ക്വയർ. അപ്പോൾ X² പ്ലസ് 2XL പ്ലസ് L² മൈനസ് ഇടുമ്പോൾ ബ്രാക്കറ്റ് വേണം, A-B X² മൈനസ് 2XL പ്ലസ് L² എന്നുണ്ടാവും, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. പിന്നെ താഴെ എന്തുണ്ടാവും, ഇതും ഉണ്ടാവും, X² മൈനസ് L² ഹോൾ സ്ക്വയർ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇത്രയും സ്റ്റെപ്സ് ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ മൈനസിന് ഉള്ളിലേക്ക് കൊടുക്കുക. അപ്പോൾ ഇത് പ്ലസ് ആവും, ഇത് മൈനസ് ആവും, പിന്നെ കുറെ ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യാൻ പോകും. അപ്പൊ എന്താ നമുക്ക് നോക്കാം എന്താന്നുള്ളത്, വിച്ച് ഈസ് ഈക്വൽ ടു KQ ഇൻറ്റു എന്താ വരിക, X² പ്ലസ് 2XL പ്ലസ് L²
മൈനസ് ഉണ്ടാവും -x² + 2xl -l² എന്നുണ്ടാവും -l² ഡിവൈഡർ ബൈ ഇതുണ്ടാവും x² -l² ഹോൾ സ്ക്വയർ. ഓക്കെ ആണോ? റെഡി അല്ലേ? ഇനി ഇവിടെ നോക്കൂ, -x² + x² ഇത് വെട്ടിക്കളയാം, ഇതും പോയി. പിന്നെ -l² + l² ഇതും പോയി. ഓക്കെ അല്ലേ? ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 2xl 2 ഉണ്ട് അല്ലെ? 2xl 2 വീതമുണ്ട്, അപ്പൊ 4xl ആയി. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും kq ഇൻറ്റു, ഞാൻ 2 തൽക്കാലം അങ്ങനെ എഴുതാണ്, 2 × 2xl ഡിവൈഡർ ബൈ x² - l² ഹോൾ സ്ക്വയർ. എഴുതി കൂടെ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഇതിന്റെ ക്യൂവിനെ കേനെ അവിടെ നിർത്തിയിട്ട് ഈ ക്യൂവിന് ഉള്ളിൽ കൊടുക്കുക, 2 ഇങ്ങോട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? വിച്ച് ഇസ് ഈക്വൽ ടു 2, കേനെ ഞാൻ അവിടെ ഇട്ടു, അത് അവിടെ തന്നെ എഴുതി. പിന്നെ ഈ ക്യൂവിന് ഉള്ളിലേക്ക് കൊടുക്കുക, അപ്പോൾ എന്താ വരിക? q × 2 അവിടെ ഉണ്ടാവും. പിന്നെ എല്ല് ഞാൻ എഴുതുക 2l × x ഡിവൈഡർ ബൈ x² - l² ഹോൾ സ്ക്വയർ. ഇങ്ങനെ എഴുതി കൂടെ? കാരണം എന്താ വെച്ചാൽ നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ ഓർഡർ ഒന്നുമില്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ഓർഡർ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നോക്കൂ, 2 2 ഉണ്ട്, ഈ 2 2 ഇവിടെ ഉണ്ട്, കെ ഇവിടെ ഉണ്ട്, ക്യൂ ഇവിടെ ഉണ്ട്, പിന്നെ ഈ 2l ഇവിടെ ഉണ്ട്, എക്സും ഉണ്ട്. ക്ലിയർ അല്ലേ? ഈ സാധനം എവിടെയെങ്കിലും കണ്ടു പരിചയമുണ്ടോ? ഇതാണ് നമ്മുടെ ഡൈപോൾ മൊമെന്റ് പി. പഠിച്ചിട്ടുണ്ട് നേരത്തെ. അതാണ് നമ്മുടെ എന്ത്? ഡൈപോൾ മൊമെന്റ് പി. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? 2kpx ഡിവൈഡർ ബൈ x² - l² ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ? സിമ്പിൾ ആയിട്ട്. അപ്പൊ നമ്മൾ ഇത്രയും സാധനം, വലുതായിട്ടുള്ള സാധനം, കുറെ സാധനമൊക്കെ ക്യാൻസൽ ചെയ്ത് റെഡ്യൂസ് ചെയ്ത് ഈ ഒരു ഫോർമാറ്റിലേക്ക് എത്തി. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇത് q × 2l എന്താണ്? ഡൈപോൾ മൊമെന്റ് ആണ്. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ചെറിയൊരു അസംപ്ഷനും കൂടെ ഉണ്ട്. അപ്പൊ നമ്മള് ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ചാർജുകൾക്കിടയിൽ ഡിസ്റ്റൻസ് ആണ്, വളരെ ചെറുതാണ്. ഞാൻ പറഞ്ഞു 10⁻⁻6 മീറ്റർ ടു 10⁻⁹ മീറ്റർ ആണ് വരിക എന്നുള്ളത്. പക്ഷെ നമ്മൾ ഈ ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ നമ്മൾ സാധാരണ ഒരു ചെറിയ ഡിസ്റ്റൻസ് എടുക്കുക, മിക്കവാറും സെന്റിമീറ്ററിലൊക്കെയാണ് എടുക്കുക, മില്ലിമീറ്ററിൽ എടുക്കുക. മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ 10⁻³ ആണ്, മറ്റേത് 10⁻�6 ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഡിസ്റ്റൻസ് വളരെ വലുതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 10⁻⁻6 ഓർഡറും ഇത് 10⁻³ - 2 ഓർഡറിലായിരിക്കും ഉണ്ടാവുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ഡിസ്റ്റൻസ് വളരെ സ്മോൾ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു അസംപ്ഷൻ കൂടെ എടുക്കാം, എക്സ് ഈസ് മച്ച് ഗ്രേറ്റർ ദാൻ എൽ. എക്സ് എന്താണ്? എല്ലിനേക്കാളും വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ അകത്ത് ഈ എല്ല് നെഗ്ലക്ട് ചെയ്യാം, കാരണം എല്ലിന്റെ വാല്യൂ വളരെ ചെറുതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ എല്ലിന്റെ വാല്യൂ ചെറുതായതുകൊണ്ട് എനിക്ക് എല്ല് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്? വി ക്യാൻ നെഗ്ലക്ട് എൽ, നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ 0 എന്ന് എഴുതാം. അപ്പോൾ എന്തായി? വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വരിക? 2kpx ഡിവൈഡഡ് ബൈ x², ഇത് 0 ആയി, -0 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു 2kpx ഡിവൈഡഡ് ബൈ x⁻⁴ എന്ന് എഴുതാം. കാരണം 2 ഉണ്ടാവും, ഈ സ്ക്വയർ ⁻⁴ ആയി. ഇവിടെ നോക്കൂ, ഇവിടെ മുകളിൽ ഒരു x ഉണ്ട്, താഴെ 3x ഉണ്ട്, 4x ഉണ്ട്. അപ്പൊ അതിലൊന്ന് വെട്ടിക്കളയാം. അപ്പൊ ഇവിടെ x³ ബാക്കിയായി. അപ്പൊ നമ്മുടെ ഈ ആക്സിയൽ ഇക്വേഷനായി ഈ ആക്സിയൽ ഈക്വൽ ടു 2k, ഇത് വെട്ടണേ, 2kp ഡിവൈഡഡ് ബൈ x³. ഇതാണ് എന്ത്? ഈ ആക്സിയലിന്റെ ഇക്വേഷൻ. ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ഡെറിവേഷൻ. ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഇനി ഒരു കാര്യം കൂടെ ഇവിടെ പറയാനുള്ളത്, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ആരോ ഇട്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ആരോ ഞാൻ വലുതാക്കിയിട്ടാണ് ഇട്ട്, ഈ ആരോ ഞാൻ ചെറുതാക്കിയിട്ടിട്ട് മനഃപൂർവ്വം ഇട്ടതാ. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഈ ചാർജ് കാരനാണോ കൂടുതൽ ഉണ്ടാവുക? സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഈ ചാർജ് കാരനാവും കൂടുതൽ ഉണ്ടാവുക. കാരണം എന്താ? ഈ ചാർജിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് കുറവ്, ഈ ചാർജിൽ നിന്ന് ഡിസ്റ്റൻസ് എന്താണ്? കൂടുതലാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും എന്ത്? ഇവിടെ ഡോമിനേറ്റ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ അങ്ങോട്ടാണ്. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ അതിന്റെ അതേ ഡയറക്ഷനായിരിക്കും എന്തുണ്ടാവുക? നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്ന ഡയറക്ഷൻ. പറഞ്ഞ മനസ്സിലാവും? അതുകൊണ്ടാണ് ഞാനിത് ഉണ്ടാക്കിയത്, E2 ഉണ്ടാക്കി വലുതാക്കി വരച്ചത്, ആരോ വലുതാക്കിയിട്ട് വരച്ചത്.
ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന്റെ വെക്ടർ ഫോം എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് എഴുതുക, ഈ ആക്സിസ് വെക്ടർ ആക്കി എഴുതുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 2kp ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് എന്ന് എഴുതാം. ഇതാണ് ഇതിന്റെ വെക്ടർ ഫോം. ക്ലിയർ അല്ലേ? കാരണം ഈ ആക്സിസ് പി ആണ് നമുക്ക് ഇവിടെ ഡയറക്ഷൻ തരുന്നത്. അതുകൊണ്ട് ഇത് പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഇതിന്റെ ഡയറക്ഷൻ അവിടെ പ്ലസ് വന്നത്. പ്ലസ് നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് നമ്മൾ അവിടെ എന്ത് ചെയ്തത്. അപ്പൊ ഇതാണ് ഇതിന്റെ എന്ത് വെക്ടർ ഫോം. ക്ലിയർ അല്ലേ? ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ആ കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് എഴുതാം. കെ എന്ന് പറഞ്ഞാൽ 1/4πε0 അല്ലേ? അപ്പൊ നമുക്ക് വേണമെങ്കിൽ ആ കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ആക്സിന്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഈ ആക്സിസ് ഇസ് ഈക്വൽ ടു കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരിക 1/4πε0 kp ഡിവൈഡഡ് ബൈ എക്സ് ക്യൂബ് ഇങ്ങനെ എഴുതാം. ഇതും ഇക്വേഷൻ ആണ്. അപ്പൊ ഇതോ എന്ത് വേണം, കെ വേണ്ട ആവശ്യമില്ല, കെ ഒഴിവാക്കിയാൽ. അപ്പോൾ പി ബൈ എക്സ് ക്യൂബ്. അപ്പൊ ഇതൊക്കെ എന്തിന്റെ ഇക്വേഷൻ ആണ്? ഈ ആക്സിസോ ഈ ആക്സിലോ എന്ത് വേണമെങ്കിലും എഴുതാം, തെറ്റൊന്നുമില്ല, രണ്ട് എഴുതിയിലും തെറ്റൊന്നുമില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഡെറിവേഷൻസ് ഒന്ന് കൃത്യമായിട്ട് എഴുതി നോക്കുക, കൃത്യമായിട്ട് എഴുതി പഠിക്കുക. അത് നിങ്ങൾ എക്സാമിന് എന്തായാലും ഉണ്ട്, ഡെറിവേഷൻ ആയിട്ട് 3-4 മാർക്കിന്റെ സെഷൻ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. ക്ലിയർ അല്ലേ പറഞ്ഞത്? സെറ്റ് അല്ലേ?